ഓരോ സിനിമയിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതിനൊക്കെ മിക്കപ്പോഴും നല്ല ഔട്ട്പുട്ട് കിട്ടാറുണ്ട്. എന്നാൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ലെങ്കിലോ? പക്ഷേ നല്ല ഔട്ട്പുട്ട് കിട്ടുകയും വേണം. ഇവിടെയാണ് ഒരു ആർട്ട് ഡയറക്ടറുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. നിർമ്മാതാവിന്റെ കയ്യിൽ അധികം കാശില്ലെങ്കിൽ ഉള്ള കുറച്ച് പൈസ വെച്ച് ആർട്ട് വർക്ക് ചെയ്ത് സിനിമ കണ്ട പ്രേക്ഷകർക്ക് അത് ആർട്ട് വർക്കാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഇഡിലൻ ഔട്ട്പുട്ട് കൊടുത്ത സിനിമകളെയും ആർട്ട് വർക്കുകളെയും കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മലയാള സിനിമയിലെ അതിഗംഭീരമായ ആർട്ട് വർക്കുകളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കിളിച്ചുണ്ടൻ മാമ്പഴം 2003 പ്രിയദർശൻ സിനിമയാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. കേരളത്തിലെ ഒരു പഴയ മുസ്ലിം കാലഘട്ടത്തിലെ പ്രണയകഥയാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞു. ഇനി 2 പാട്ട് കൂടെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. 1001 രാവുകളിലെ പോലെ അറേബ്യൻ പേർഷ്യൻ കഥകളിലെ നായികന്റെ പ്രണയം രൂപകമായിട്ട് വേണം പാട്ട് ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ പൊട്ടി. അതുകൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു പേർഷ്യൻ അറേബ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ അവർ ഉപയോഗിച്ചു. ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാർഡ്ബോർഡും തെർമോക്കോളും ഉപയോഗിച്ച് മന്ദിരങ്ങളും മിനാറുകളും ഭാരതപ്പുഴയുടെ പല ഏരിയകളിൽ അവർ നിർമ്മിക്കുന്നു. ഉയരം കുറഞ്ഞ പഴയ തെങ്ങുകളിൽ മാറ്റം വരുത്തി ഈന്തപ്പന മരത്തിന്റെ ലുക്കാക്കി പലയിടത്തായി വെക്കുന്നു. ഒരൊട്ടകത്തെ ഫ്രെയിമിൽ കാണിച്ചെങ്കിലും ലോങ് ഷോട്ടിൽ കാണിക്കുന്ന ഒട്ടകങ്ങളെല്ലാം കാർഡ്ബോർഡിൽ പണിത ഫ്രെയിമുകൾ മാത്രമാണ്. വലിയ കൊട്ടാരങ്ങൾ കാണിക്കുന്ന സമയത്ത് പെയിന്റ് ചെയ്ത പ്ലാസ്റ്റിക് റോളുകളും വാൾപേപ്പറുകളും അവർ ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം പല നിറത്തിലുള്ള തുണികൾ ഫ്രെയിമിൽ കുത്തിനിറച്ച് ഒരു അറേബ്യൻ പേർഷ്യൻ ലുക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ 2 പാട്ടുകൾ അവർ മാറി മാറി അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഷൊർണൂരിലും ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ സമീപവുമാണ് സിനിമയുടെ ആ ഒരു ഭാഗങ്ങൾ അവർ ബ്രില്യന്റായി ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. വളരെ തുച്ഛമായ ചെലവിൽ ഭാരതപ്പുഴയുടെ തീരത്ത് അവർ ആർട്ട് വർക്ക് ചെയ്തപ്പോൾ 2 പതിറ്റാണ്ടിന് ശേഷം ഇന്നും ആ ഒരു ക്വാളിറ്റി ആ പാട്ടിൽ കാണാനുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് 2024 ചിദംബരം സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഈ സിനിമയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും വളരെ തുച്ഛമായ ചെലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ അവർ ഈ സിനിമയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് സിനിമയിലെ സുഭാഷിന്റെ കഥാപാത്രം കുഴിയിൽ വീണ് മണിക്കൂറുകളോളം ബോധമില്ലാതെ കിടക്കുമ്പോൾ ശരീരമാകെ വളരെ വൃത്തിഹീനമായ കട്ടിയുള്ള ചെളിയും മുറിവുകളും ഉണ്ടാകണമായിരുന്നു. പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിക്കണമെങ്കിലും അതിന് വീണ്ടും വലിയ ചെലവുകളാകുമായിരുന്നു. അതിന്റെ കൂടെ ഒരുപാട് റീടേക്കുകളും വന്നു കഴിഞ്ഞാൽ പൈസ കയ്യിൽ നിന്ന് പോകുന്ന വഴി കാണില്ല. ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വളരെ നിസ്സാര തുകയ്ക്ക് ആർട്ട് ഡയറക്ടർ ഒരു ബ്രില്യന്റ് ഐഡിയ ഉപയോഗിച്ചു. അതായിരുന്നു ഓറിയോ ബിസ്ക്കറ്റ്. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ക്രീമുമായി കലർത്തി ഒരു പ്രത്യേക മിശ്രിതത്തിൽ കുഴച്ചെടുത്തപ്പോൾ ഒരു റിയലിസ്റ്റിക് അഴുക്ക് സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ കുഴിയിൽ വീണ് കിടക്കുന്ന സുഭാഷിന്റെ കഥാപാത്രത്തിന്റെ ദേഹം മുഴുവൻ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ മിശ്രിതമാണ് വൃത്തിഹീനമായ അഴുക്കും മുറിവും കാണിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത്. ഇതിന് ചെലവായതാകട്ടെ വളരെ നിസ്സാരമായ തുകയും. പക്ഷേ ഇതിലെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം ശരീരത്തിൽ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ടപ്പോൾ ഉറുമ്പുകൾ ധാരാളം വന്ന് ശരീരത്തിൽ ആകമാനം കടിച്ച് പ്രശ്നമുണ്ടാക്കി. കിലുക്കം മറ്റൊരു പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് കിലുക്കം. കിലുക്കത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം മീനവേനലിൽ എന്നൊരു പാട്ട് മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഊട്ടിയിലെ ഫേൺ ഹിൽസ് പാലസിൽ അവരെത്തുന്നു. പാട്ട് ഷൂട്ട് ചെയ്യാൻ എന്തായാലും കുറച്ച് പൈസ കയ്യിൽ നിന്നിറങ്ങും. എന്നാൽ അവർ ഷൂട്ട് ചെയ്യാൻ വന്ന അതേ ദിവസം തന്നെയാണ് മറ്റൊരു മോഹൻലാൽ സിനിമയായ ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത്. എന്തായാലും ഉള്ളടക്കത്തിന്റെ ഷൂട്ടിംഗ് നടക്കുവാണ്. അതുകൊണ്ട് അവര് ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലത്ത് കിലുക്കത്തിന്റെ പാട്ട് എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ? കാശ് അങ്ങനെയും ലാഭിക്കാമല്ലോ. ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥലത്തിന്റെ കുറച്ച് ഭാഗത്തായി മീനവേനലിൽ എന്ന പാട്ടിന്റെ കുറച്ച് സോങ് ബൈറ്റ് അവർ ഷൂട്ട് ചെയ്തു. അതും ഉള്ളടക്കത്തിൽ മോഹൻലാൽ ധരിച്ച അതേ കോസ്റ്റ്യൂം ഇട്ട്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സിനിമയും പാട്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഉള്ളടക്കത്തിന്റെ ക്ലൈമാക്സിൽ മോഹൻലാൽ ധരിച്ചിരിക്കുന്ന അതേ സ്യൂട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് കിലുക്കത്തിലെ മീനവേനലിൽ എന്ന പാട്ടിലെ ചില ഭാഗങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളടക്കത്തിന്റെ സെറ്റിൽ കുറച്ച് മാറ്റം വരുത്തി ആർട്ട് വർക്ക് ചെയ്ത് വളരെ നിസ്സാര പൈസയ്ക്ക് അവർ എളുപ്പത്തിൽ കിലുക്കത്തിലെ പാട്ട് ഷൂട്ട് ചെയ്തു. 1991 2 പടവും റിലീസായപ്പോൾ കിലുക്കം സൂപ്പർ ഹിറ്റായി ബോക്സ് ഓഫീസ് കളക്ഷൻ ബ്രേക്ക് ചെയ്തെങ്കിൽ ഉള്ളടക്കം ഹിറ്റാവുകയും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തു. ഈ ഉള്ളടക്കം സിനിമയിലെ നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് കിലുക്കത്തിലെ നായികയായ രേവതിയായിരുന്നു. എന്നാൽ 2 സിനിമയിലും മെന്റൽ ഇഷ്യൂ ഉള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ കിലുക്കം മാത്രമായിരുന്നു രേവതി ചൂസ് ചെയ്തത്. ഡ്രീംസ് 1999 സുരേഷ് ഗോപി സിനിമയാണ് ഡ്രീംസ്. ഈ സിനിമ അത്യാവശ്യം നല്ല ബജറ്റിൽ പിടിച്ച സിനിമയാണ്. എന്നാൽ പതിവ് പോലെ ഇവിടെയും ഒരു പാട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ പാട്ട് ഷൂട്ട് ചെയ്യാനുള്ള അത്രയും പൈസ അവരുടെ കയ്യിലില്ല. ആ സമയത്ത് ഒരുപാട് ഔട്ട്ഡോർ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത പാട്ടുകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. എന്നാൽ ഇവിടെ പൈസയും കുറവാണ്, പക്ഷേ നല്ലൊരു ക്വാളിറ്റി പാട്ട് ഷൂട്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയുടെ ആർട്ട് ഡയറക്ടർ വളരെ തുച്ഛമായ പൈസയ്ക്ക് കുറച്ച് നിറമുള്ള തുണികൾ വാങ്ങി കളർ സ്ക്രീനാക്കി പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഒടുവിൽ അവർ പാട്ട് ഷൂട്ട് ചെയ്ത് വൻ വിജയമാക്കി. പാട്ട് വേറൊന്നുമല്ല, മണിമുറ്റത്താവണി പന്തൽ എന്ന എക്കാലത്തെ മികച്ച സൂപ്പർ ഹിറ്റ് ഗാനം. നിങ്ങൾ ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ പാട്ടിന്റെ 90% ഭാഗങ്ങളിൽ നീല, പച്ച, കറുപ്പ് തുണികൾ കൊണ്ട് കളർ സ്ക്രീൻ ഉണ്ടാക്കി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്.
ആ പ്ലെയിൻ കളറുകൾ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അവർ ആ പാട്ട് ഷൂട്ട് ചെയ്തതെന്ന് ആലോചിക്കണം. അതും വിത്ത് ഡാൻസ്. സുരേഷ് ഗോപിയുടെ സ്ക്രീൻ പ്രസൻസും വിദ്യാസാഗറിന്റെ മാജിക്കൽ മ്യൂസിക്കും ഹൈലൈറ്റ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ മറന്നുപോയി. അതുകൊണ്ടെന്താ 2 പതിറ്റാണ്ടായിട്ടും ഇന്നും ആ ഒരു പാട്ട് കാണുമ്പോൾ ആരും ബാക്ക്ഗ്രൗണ്ടിലെ കളർ സ്ക്രീൻ നോക്കി കുറ്റം പറയില്ല. കപ്പേള. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചല്ല, ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആക്രിക്കടയെ ആശ്രയിക്കുന്ന ഒരാളെ കുറിച്ചാണ്. അതും ദേശീയ അവാർഡ് കിട്ടിയ ഒരു ആർട്ട് ഡയറക്ടർ. 2020 കപ്പേള എന്ന സിനിമയ്ക്ക് മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അനീസ് നാടോടി. താൻ ആർട്ട് വർക്ക് ചെയ്ത സിനിമകളിൽ കാശ് പൊട്ടിക്കാതെ ആക്രിക്കടകളിലൂടെ പോയി ആക്രി സാധനങ്ങൾ മാത്രം പെറുക്കി ആർട്ട് വർക്ക് ചെയ്യുന്ന ഹോബിയാണ് അനീസ് നാടോടിക്കുള്ളത്. 2020 കപ്പേള എന്ന സിനിമയിൽ വയനാട്ടിൽ ജീവിക്കുന്ന നായികയുടെ വീടിന്റെ അരികെയുള്ള മലമുകളിലെ കപ്പേള പണിതത് അവിടുത്തെ കുന്നുകളുടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന സസ്യങ്ങളും ഇലകളും ശേഖരിച്ച് നട്ടിട്ടാണ്. എന്നാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഷൂട്ടിന്റെ ക്യാമറ ഓൺ ആക്കുന്നതിന് തൊട്ട് മുൻപാണ് ആർട്ട് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തിരുന്നത്. 2019 ടൊവിനോ തോമസിന്റെ ലൂക്ക എന്ന സിനിമയിലെ ആർട്ട് വർക്ക് എല്ലാം ആക്രി സാധനങ്ങളാണ്. സിനിമയിലെ ടൊവിനോ തോമസിന്റെ കഥാപാത്രം ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമകൾക്ക് ആർട്ട് വർക്ക് ചെയ്യുന്നതിന് മുൻപായി പ്രദേശത്തെ എല്ലാ ആക്രി കടകളിൽ പോയാൽ ഒരു സെറ്റിന് ആവശ്യമായതെല്ലാം അവിടെ നിന്ന് കിട്ടുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് മുഴുവൻ നമ്മൾ പോയ സ്ക്രാപ്പ് യാർഡിൽ പോവുകയും യൂസ്ഡ് മെറ്റീരിയൽസ് എടുക്കുകയും എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ വളരെ പൈസ കുറച്ച് ആർട്ട് വർക്ക് ചെയ്ത് സെറ്റിട്ട് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ചില്ലറ ധൈര്യം പോരാ. ഉടയോൻ. 2005 മോഹൻലാൽ സിനിമയാണ് ഉടയോൻ. ഈ സിനിമ ലിമിറ്റഡ് ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ 90% ആർട്ട് വർക്കാണ്. മോഹൻലാലിന്റെ വീട്, കിണർ, വണ്ടി, പഴയ വസ്തുവകകൾ തുടങ്ങി ലിസ്റ്റ് അങ്ങനെ ഒരുപാട് നീളും. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാലിന്റെ ശൂരനാട് കുഞ്ഞെന്ന കഥാപാത്രം തന്റെ മക്കളെ ഗുണദോഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ്. തന്റെ വീടിന്റെ മുൻപിൽ തന്റെ അച്ഛൻ ചെറുപ്പത്തിൽ നട്ടുവെന്ന് അവകാശപ്പെടുന്ന നിറയെ ചക്കകൾ കായ്ക്കുന്ന ഒരു പ്ലാവ്. സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ വീടിന്റെ മുൻവശത്തായി വേര് മുതൽ നിറയെ ചക്കകൾ കായ്ക്കുന്ന ഒരു പ്ലാവ് വേണമെന്നുണ്ടായിരുന്നു. പിന്നീട് വീടിന്റെ മുൻപിലുള്ള പ്ലാവ് അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞെങ്കിലും അങ്ങനെ ഒരു ലൊക്കേഷൻ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഒരു പ്ലാവ് മുഴുവനുമായി ഉണ്ടാക്കാൻ കാശില്ലാത്തതുകൊണ്ട് പ്ലാവ് ഉണ്ടെന്ന് പ്രേക്ഷകരെ പറ്റിച്ച് ഒരു ചെറിയ ചീറ്റിംഗ് പരിപാടി അവർ ചെയ്തു. അതായത് ആ സിനിമയിൽ കാണിക്കുന്ന വീടിന്റെ മുൻപിലെ പ്ലാവ് ശരിക്കും പ്ലാവല്ല, പകരം ഒരു പനയാണ്. ആ പനയുടെ താഴെ മുതൽ പകുതി വരെ ഒരു പ്ലാവിന്റെ പുറന്തോടാക്കി ആർട്ട് വർക്ക് ചെയ്ത് മാറ്റി പിന്നീട് അതിൽ ചക്കകൾ ചേർത്ത് വെക്കുകയായിരുന്നു ചെയ്തത്. ക്യാമറ എന്തായാലും പ്ലാവിന്റെ പകുതിയിൽ കൂടുതൽ മുകളിലേക്ക് കാണിക്കാത്തത് കൊണ്ട് ആ ഒരു താഴ്ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് കഥ പറഞ്ഞു. പൈസ ഇല്ലെങ്കിലും ഇങ്ങനെയും ചില കുറുക്കുവഴികളിലൂടെ ആർട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഉടയോൻ. പട്ടാളം. 2003 മമ്മൂട്ടി സിനിമയാണ് പട്ടാളം. സിനിമയിൽ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഒരു മിഷന് വേണ്ടി മമ്മൂട്ടിയും സംഘവും നാഗാലാൻഡിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കിടയിൽ പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഇവിടെയും ബഡ്ജറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അതിവിദഗ്ധമായി ഇടുക്കി ജില്ലയിലെ ചിന്നാർ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പ്രദേശം നാഗാലാൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റിയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. ഒരുപാട് തവണ നമ്മൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് കേരളത്തിലെ സ്ഥലമാണെന്ന് പറയത്തില്ല. അത്രയും പെർഫെക്ഷൻ ആയിട്ടായിരുന്നു ബജറ്റില്ലാതെ അവർ ആ സിനിമയ്ക്ക് വേണ്ടി ആർട്ട് വർക്ക് ചെയ്തത്. ദേവദൂതൻ. 2000 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ദേവദൂതൻ. ഈ സിനിമ മുഴുവനുമായി ഷൂട്ട് ചെയ്തത് ഊട്ടിയിലായിരുന്നു. ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും റൂമുകളും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം താമസിക്കുന്ന മുറിയും ജനാർദ്ദനന്റെ പ്രിൻസിപ്പൽ ഓഫീസും കോളേജ് ലൈബ്രറിയും എല്ലാം ഒരൊറ്റ മുറിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ 3 മുറികളും ഒരൊറ്റ മുറിയിൽ മാറി മാറി സെറ്റിട്ട് അവർ ഷൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.